കേരളത്തിലെ മണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ 90% മണ്ണും അമ്ലത്വമുള്ളവയാണ്. ചില മണ്ണുകൾ ലവണാംശമുള്ളവയുമാണ്. അമ്ലത്വമുള്ള മണ്ണിൽ നമ്മൾ ലൈം ചേർക്കാൻ അഥവാ കുമ്മായം ചേർക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ ലവണാംശമുള്ള മണ്ണിൽ നമ്മൾ ജിപ്സം ചേർക്കാനും നിർദ്ദേശിക്കാറുണ്ട്. ഇവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസത്തിന് ശേഷം മാത്രമാണ് മറ്റു വളങ്ങൾ ചേർക്കാനായിട്ട് നിർദ്ദേശിക്കാറുള്ളത്. ഇത് പലപ്പോഴും കൃഷിക്കാരന് ബദ്ധപ്പാടും കൂലിച്ചിലവും ഒക്കെ കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് മിത്ര സൂക്ഷ്മാണുക്കളെയും അതുപോലെ തന്നെ കുമ്മായവും ഒക്കെ സംയോജിപ്പിച്ച് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഗ്രാനുലാർ ഫോമിലാണ്. ഇത് നമുക്ക് നേരിട്ട് മണ്ണിൽ ചേർക്കാൻ സാധിക്കും. മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഇത് മണ്ണിൻ്റെ അമ്ലത്വം ക്രമീകരിക്കുന്നതിനോടൊപ്പം തന്നെ അമ്ലത്വം ലവണാംശം ഇവ ലഘൂകരിക്കുന്നതിനോടൊപ്പം തന്നെ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് തയ്യാറാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഒന്ന് ബാക്ടോ ലൈം എന്ന പേരിൽ, അതായത് ബെനിഫിഷ്യലായിട്ടുള്ള ബാക്ടീരിയ മിത്ര സൂക്ഷ്മാണുക്കളും കുമ്മായവും ചേർത്ത് സംയോജിപ്പിച്ച് തയ്യാറാക്കിയിട്ടുള്ള ബാക്ടോ ലൈമും, അതുപോലെ തന്നെ ട്രൈക്കോഡർമ നമുക്കൊക്കെ അറിയാം. ട്രൈക്കോഡർമയും ലൈമും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ട്രൈക്കോ ലൈമും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ജിപ്സവും ഇതുപോലെ തന്നെ മിത്ര സൂക്ഷ്മാണുക്കളും ട്രൈക്കോഡർമ തുടങ്ങിയവയൊക്കെ ചേർത്ത് പ്രോഡക്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ട്രൈക്കോ ജിപ്സം, ബാക്ടോ ജിപ്സം എന്ന പേരിലും ഇപ്പോൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെടാം. മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കൃഷിക്കാരൻ്റെ ജോലി അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുക.